ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കറികൾക്കെല്ലാം ടേസ്റ്റ് നൽകുന്നത് അവയിൽ ഉപയോഗിക്കുന്ന സ്പൈസസുകളാണല്ലോ. അപ്പം ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഗരം മസാല എങ്ങനെ വീട്ടിൽ പൊടിച്ചെടുക്കാമെന്ന് നോക്കാം. ഇങ്ങനെ ഒരു തവണ നിങ്ങൾ സെപ്പറേറ്റ് ഇതുപോലെ സ്പൈസസ് ഒക്കെ വാങ്ങിച്ച് പൊടിച്ച് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് തോന്നില്ല. ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഗരം മസാലയിൽ ഒഴിച്ചുകൂടാനാവാത്ത സ്പൈസസാണ്. 4 സ്പൈസസ്, അതായത് കരയാമ്പൂ, കറുവപ്പട്ട, ഏലക്കായ, പെരുംജീരകം. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഗ്രാമിലുള്ള അളവാണ്. അപ്പോൾ ഞാനിവിടെ ഈ 3 സ്പൈസസും പെരുംജീരകം ഒഴികെ എല്ലാം 20 ഗ്രാം വെച്ച് എടുത്തിട്ടുണ്ട്. പെരുംജീരകം നമുക്ക് 60 ഗ്രാം വേണം. പെരുംജീരകം എന്ന് പറയുന്നത് വലിയ ജീരകമാണ്. നിങ്ങൾ മാത്സ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? റേഷ്യോസ്, അംശബന്ധം. അപ്പം അതിവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ 1:1:1:3. അതാണ് നമ്മുടെ റേഷ്യോ ഇവിടെ വരുന്നത്. ഗരം മസാലയിൽ ഓപ്ഷണലായിട്ട് ചേർക്കാവുന്ന 3 സ്പൈസസ് ഉണ്ട്. അതാണ് ഉണക്കമുളക്, തക്കോലം, ജാതിപത്രി. അപ്പം നിങ്ങൾക്കത് ചേർക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഉണക്കമുളക് 3 എടുക്കുക. അതുപോലെ തക്കോലവും ജാതിപത്രിയും 5 എടുക്കുക. ഈ കാണുന്നതാണ് തക്കോലം. ഇംഗ്ലീഷിൽ തന്നെ സ്റ്റാർ അനീസ് എന്ന് പറയും. ഇതൊരു സ്റ്റാർ ഷേപ്പിലാണ്. ഇതാണ് ജാതിപത്രി, ജാതിക്കയുടെ പൂവാണിത്. ഞാനിപ്പോൾ ഇവിടെ ഈ 4 നിർബന്ധമായും ചേർക്കേണ്ട സ്പൈസസ് മാത്രം ചേർത്താണ് ഗരം മസാല റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ കയ്യിൽ വെയിൻ സ്കെയിൽ ഇല്ലാത്തവർ വിഷമിക്കേണ്ട. ഇതിൻ്റെ അളവ് ഞാൻ കപ്പിൽ നിങ്ങൾക്ക് എടുത്തിട്ട് കാണിച്ചു തരാം. 20 ഗ്രാം ഏലക്കായ എന്ന് പറയുന്നത് ഇതുപോലെ 1/4 കപ്പ് ഏലക്കായ ആയിരുന്നു. കറുവപ്പട്ടയും നമുക്ക് ഒരു 1/4 കപ്പ് മതിയാവും. അപ്പം വലിയ സ്റ്റിക്കൊക്കെ ഞാൻ വാങ്ങിച്ചത് അബുദാബി ഫ്ലോർവെല്ലിൽ നിന്നാണ്. അപ്പം ഇത് നല്ല ഫ്ലേവറുള്ള കറുവപ്പട്ടയാണ്. അപ്പം ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കപ്പിൽ മെഷർമെൻറ്റ് നോക്കി. അപ്പോൾ ഇതും ഒരു 1/4 കപ്പ് മതി. കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട്. കരയാമ്പൂ അതുപോലെ തന്നെ 1/4 കപ്പ് മതി. 60 ഗ്രാം പെരുംജീരകം ഞാൻ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ 1/2 കപ്പും വേണം. കൂടെ 1/4 കപ്പിൻ്റെ ഒരു പകുതി കൂടെ വേണം. ഇനി ഈ എല്ലാ സ്പൈസസും നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുക്കണം. സ്പൈസസുകളിലെല്ലാം തന്നെ ഓയിൽ കണ്ടൻറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോഴാണ് നല്ല രീതിയിൽ ഓയിൽ റിലീസായിട്ട് ആ ഫ്ലേവർ വരുന്നത്. ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് അടിക്കട്ടിയുള്ള ഒരു പാൻ നമുക്ക് വെച്ച് കൊടുക്കാം. അത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു 2 മിനിറ്റ്സ് ഈ പാൻ വെച്ചൊന്ന് ചൂടായതിന് ശേഷം മാത്രം സ്പൈസസ് ആഡ് ചെയ്യുക. ഇവിടെ ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് നമുക്ക് സ്പൈസസ് എല്ലാം ഒന്നിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് വഴി ഈർപ്പം ഇല്ലാതാവുകയും അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ പൊടിച്ചെടുക്കാനും നമുക്ക് പറ്റും. ഈർപ്പം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്കിത് 1 വർഷത്തോളം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചിരുന്നാൽ മതി. പക്ഷേ ഇത് കൂടുതൽ കാലം ഇരിക്കും തോറും ഇതിൻ്റെ ഫ്ലേവർ കുറഞ്ഞു വരും. അതുകൊണ്ട് 2-3 മാസത്തിൽ ഉപയോഗിക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. ഈ മസാല നിങ്ങൾക്ക് എല്ലാ കറികളോടും കൂടെ തന്നെ ചേർക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന മുട്ടക്കറി, അതുപോലെ സ്റ്റൂകൾ, കടലക്കറി, അതുപോലെ ചിക്കൻ കറി, ബീഫ്, ഇതിനൊന്നും സെപ്പറേറ്റ് വേറെ മസാലയുടെ ആവശ്യമൊന്നുമില്ല. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അതൊക്കെ ഒന്ന് വരുന്നതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് 5 മിനിറ്റോളം റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റോസ്റ്റ് ആകുമ്പോണ്ടല്ലോ ഈ ഏലക്കായൊക്കെ ഒന്ന് ഇങ്ങനെ ബോള് പോലെ വീർത്തിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ഇത്രയും മതി. ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം. ചൂടാറാനായിട്ട് ഞാനൊരു വേറൊരു സെപ്പറേറ്റ് പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് പ്ലേറ്റിലേക്ക് മാറ്റണം. സെയിം പാനിൽ തന്നെ വെച്ചിരുന്നാൽ സ്പൈസസ് വീണ്ടും കരിഞ്ഞു പോകും. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കത് പൊടിച്ചെടുക്കാം. ഞാനിത് 2 ബാച്ചായിട്ട് ചെറിയ ജാറിലിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ചെറിയ ജാറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ മസാലപ്പൊടി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ ലിഡിയ സാജൻ ഫ്രം സ്റ്റാർ ഫാമിലി. താങ്ക് യു.